നെറ്റ്ഫ്ലിക്സിൽ പുതിയൊരു ആക്ഷൻ കോമഡി സിനിമ വന്നിട്ടുണ്ട്, ബാക്ക് ഇൻ ആക്ഷൻ. ക്യാമറോൺ ഡിയാസും ജെയ്മി ഫോക്സുമാണ് സിനിമയിൽ ലീഡിങ് റോൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കോമഡി ആക്ഷൻ ജോണറിലുള്ള സിനിമകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരിക്കും. നമ്മൾ കുറേ അധികം കോമഡി ആക്ഷൻ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം അതേപോലെയൊക്കെ അതൊരു പാറ്റേണിലായിരിക്കും ബാക്കി എല്ലാ സിനിമകളും വരുന്നത്. പ്രത്യേകിച്ച് ഭയങ്കര പ്ലോട്ട് ട്വിസ്റ്റുകളൊന്നും കാണില്ല. അതേപോലെയൊക്കെ ആ ഒരു പാറ്റേണിലുള്ള സിനിമയാണിത്. കുറേയധികം കോമഡി സീനുകൾ, കുറേയധികം ആക്ഷൻ സീക്വൻസുകൾ, അങ്ങനെ പോകുന്ന ഒരു സിനിമ. ഈ സിനിമയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതിൻ്റെ ക്ലൈമാക്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ്. അതായത് ക്ലൈമാക്സ് എന്തോ പെട്ടെന്നായിപ്പോയി, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമോഷണൽ കണക്ഷൻ വരുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. നമുക്ക് അത്രയും നേരം അങ്ങനെ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. ഒരു കോമഡി ആക്ഷൻ സിനിമയാണ്, ഇത്രയും പ്രതീക്ഷ മതി എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് അത്രയും നേരം നമ്മളെ ഒരു എഡ്ജ് ഓഫ് ദ സീനിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തീർത്തൊരു ഫീൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ ക്യാമറോൺ ഡിയാസിൻ്റെ പെർഫോമൻസാണ്. പുള്ളിക്കാരി ഒരു രക്ഷയുമില്ല. ആക്ഷൻ സീക്വൻസുകൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ക്യാമറോൺ ഡിയാസ് ഒരു സിനിമയിൽ വരുന്നത്. അപ്പം ആ ഒരു നമുക്ക് ആ ഒരു ഫീല് വരില്ല. പുള്ളി കുറേ കാലം ഗ്യാപ്പ് എടുത്തു എന്നുള്ളത്. കിട്ടില്ല ആക്ഷൻ സീക്വൻസുകൾ. ഒരു MI6 സ്പൈ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഫൈറ്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ അത്ര ഫ്ലെക്സിബിളായിട്ട് ചെയ്യുന്നുണ്ട്. ജെയ്മി ഫോക്സും അതേപോലെ തന്നെ ആ ഒരു കട്ടക്കി എന്നാണ് അഭിനയിക്കുന്നത്. അപ്പം യൂഷ്വലി കാണാറുള്ള പോലെ തന്നെ പണ്ട് MI6 വർക്ക് ചെയ്തിരുന്ന 2 പേര് അവർ ഒരു കാമായിട്ടുള്ള ലൈഫിൽ പോകുന്നു. അപ്പം ഇവർ പണ്ട് പോയൊരു മിഷനിലെ ഒരു സാധനം മിസ്സിങ് ആയിരുന്നു, അത് ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഈ ഒരു സാധനം തപ്പി വരുന്ന വില്ലന്മാർ, അത് കൂടാതെ ഇവരുടെ കൂടെ വർക്ക് ചെയ്തൊരുത്തൻ ഇവരെ ഊമ്പിക്കുന്നു. സെയിം കഥ തന്നെയാണ്, പ്രത്യേകിച്ച് നമുക്ക് മാറ്റങ്ങളൊന്നുമില്ല. അത് ഇവരറിയാണ്ട് ഇവർ വേറൊരാളെ ഡൗട്ട് അടിക്കുന്നു. അങ്ങനെ പോകുന്നൊരു സാധനം, ട്വിസ്റ്റുകൾ ടേണുകൾ ഒക്കെ കൊണ്ടുവരുന്നു. അതിനിടയ്ക്ക് പിള്ളേരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനിടയ്ക്കൂടി ഈ മിഷൻ അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ആയി കഴിഞ്ഞപ്പോൾ ഇവരെങ്ങനെ ഇതെല്ലാം സോൾവ് ചെയ്യും, പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യും. പിള്ളേർക്ക് ഇവർ സ്പൈ ആയിരുന്നൊന്നും അറിയില്ല, ഇവർ നോർമൽ ഫാമിലിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ പോകുന്നൊരു സ്റ്റോറി. അങ്ങനെ ഒരു ക്ലൈമാക്സിലൊക്കെ പോയിട്ട് ക്ലൈമാക്സ് ഒരു ഹാപ്പി എൻഡിങ്, ഇവർ ഫാമിലി എല്ലാം പഴയ പോലെ ആവുന്നു. ആ ഒരു രീതിയിൽ തീർക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ ഒരു സിനിമയും ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു. കുറച്ചും കൂടെ ഒരു നൈസ് സാധനമായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടിയ സിനിമ കാണുന്ന സമയത്ത്. ഓവറോൾ ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന സിനിമ. എനിക്ക് തോന്നുന്നു സിനിമയുടെ ലെങ്ത് ഇച്ചിരി കൂടുതലാണ്. 2 മണിക്കൂർ 1 മണിക്കൂർ 57 മിനിറ്റുണ്ട് സിനിമയുടെ ലെങ്തോ. 1.5 മണിക്കൂറൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമായിരുന്നേനെ. പക്ഷേ ഇതും കുഴപ്പമില്ല. ആ ഒരു ഫസ്റ്റിലെ ഒരു ഒരു പാസ്റ്റ് കാണിക്കുന്ന ഫൈറ്റ് സീന്, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫാമിലി സീനുകൾ 15 വർഷം കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ സാധനം കാണിക്കുന്നു. അത്യാവശ്യം സീനുകളൊക്കെ നൈസാണ്. ഇവരുടെ ഫൈറ്റ് സീക്വൻസുകളൊക്കെ നൈസാണ് എടുത്തിരിക്കുന്നത്. പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ, കാർ ചേസ് എല്ലാം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു ക്ലൈമാക്സ് മാത്രമാണ് കുറച്ചായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ട് നല്ല സിനിമയാണ്. നിങ്ങൾ കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ സാധനം അവൈലബിൾ ആണ്. കോമഡി ആക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ പോയി കാണാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്രിഞ്ച് അടിക്കുക സിനിമയൊക്കെ. വേറൊന്നും ഇല്ലാത്തതുകൊണ്ടും ഒരു കോമഡി ആക്ഷൻ കാണാമെന്നുള്ള രീതിയിലാണ് ഞാൻ സിനിമ കണ്ടു നോക്കിയപ്പോൾ ഒക്കെ ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ ഗൈസ്.